ഹണിമൂണിന് പോവാണ്. ഞാൻ കുടിക്കുന്നതിന് മുമ്പ് 5 കുടിക്കും. എല്ലാരും ഇരിക്കുന്നിടത്താണ് ഇരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ടെൻഷൻ ഒന്നുമില്ലല്ലോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഹണിമൂണിന് പോവാണ്. അതിനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വണ്ടിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഫില്ലാണ്. അപ്പോൾ നമ്മൾ എത്ര നാളത്തേക്കാണ് ഹണിമൂണിന് പോകുന്നതല്ലേ? ആക്ച്വലി ഞങ്ങൾ മാത്രമല്ല പോണേ, നമ്മളെല്ലാവരും പോകുന്നത്. കാരണം നമ്മുടെ ഫാമിലി നമ്മൾ ഹണിമൂണിനൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ എന്താണെങ്കിലും എല്ലാവരും കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. മമ്മി തൽക്കാലം വരുന്നില്ല. കാര്യമാണെന്ന് വെച്ചാൽ ലൂക്കാപ്പി വളരെ കുഞ്ഞതാണ്. അപ്പോൾ ലൂക്കാപ്പിന് നോക്കുന്ന മമ്മിയും ജെസി ആൻറ്റിയാണ് ലൂക്കാപ്പിന് നോക്കുന്നത്. പിന്നെ അർജുനും നമ്മുടെ ജെറിങ്കോശിയും വരുന്നുണ്ട്. അപ്പോൾ അർജുൻ വന്ന ഉടനെ നമ്മളിവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്യും. നമ്മളിവിടെ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ്. ഇവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷദ്വീപിൽ പോയിട്ട് ഫാമിലി ആയിട്ട് ഡീപ് സീ ഫിഷിംഗ് ആണെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ ഡീപ് സീ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി പോകണം. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാത്ത കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ബൈ ബൈ. പോയിട്ട് കേട്ടോ ചേച്ചി, ചേച്ചി പോയിട്ട് ടാറ്റാ, ബൈ ബൈ. അങ്ങനെ ഫൈനലി നമ്മൾ ഇപ്പോൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 9:06 ആയിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ സമയം 11:55 കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പോകണേ. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരെ എല്ലാവരും കാണിച്ചു തരാം. നമ്മുടെ യൂഷ്വൽ ആൾ തന്നെ ജെറിങ്കോശി എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കണം. എല്ലാവരുടെ കയ്യിലും ഓരോ ലഗേജ് ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ ചൂണ്ടയ്ക്ക് നല്ല കവറൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ചൂണ്ടയാണ്. ഇതിനകത്ത് 2 ചൂണ്ടയുണ്ട്. PVC പൈപ്പ് കട്ട് ചെയ്താണ് നമ്മൾ പോയത്. ഓക്കെ, പപ്പയുടെ കയ്യിലൊരു ചൂണ്ടയുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ചെറിയ ചൂണ്ട അച്ചാച്ചൻ്റെ കയ്യിലുണ്ട്. ഇത് അന്നക്കൊച്ചിൻ്റെ ബാഗും അന്നക്കൊച്ചിൻ്റെ ചൂണ്ടയും. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എയർപോർട്ടിലോട്ട് പോയാലോ? അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുണ്ടല്ലോ നേരെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 10:06 ആയി. 11:55 ഫ്ലൈറ്റ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അത് എല്ലാവരും പുറകെ വരുന്നുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ ഒരു ബസ്സിൽ കയറിയിട്ടാണ് ഫ്ലൈറ്റിലേക്ക് പോകണേ. അപ്പോൾ ഇവിടെ ബോർഡിംഗ് പാസ് കാണിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ബസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് പോവാണ്. ഒരു കുഞ്ഞ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കാണുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറുള്ള യാത്ര. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ അകത്തിലെത്തും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഐലൻഡിലാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. ഈ ഐലൻഡിന്റെ പേര് അഗത്തി. ടോട്ടൽ ഐലൻഡിന്റെ നീളം എന്ന് പറയുമ്പോഴേക്കും 11 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ എയർപോർട്ടുള്ള ഐലൻഡ് എന്ന് പറയുമ്പോഴേക്കും അഗത്തി ഐലൻഡാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അന്നക്കൊച്ചൊക്കെ അവിടെ ആദ്യമായിട്ടാണ് മാൽദീവ്സ്, അതായത് നമ്മുടെ ഇങ്ങനത്തെ ഐലൻഡ്സ് കാണുന്നത്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അവളോട് താഴെ കണ്ടോന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ക്ലീൻ വാട്ടർ കാണുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടുള്ള ട്രിപ്പ് എങ്ങനെയുണ്ട്? ഇല്ല, 5 ഒന്നും ഇതുവരെ ഡീപ് സീ പോയിട്ടില്ല. അവൾ ആദ്യത്തെ ഡീപ് സീ ഫിഷിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപിൽ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ജെറിങ് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം സാധനം നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങുവാണ്. നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കണ്ടുപിട്ടിരിക്കുകയാണ് അല്ലേ? 1 മാസമായതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ നമ്മുടെ പയ്യെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെയാണ് കേട്ടോ നമ്മുടെ അറൈവൽസ്. ഓക്കെ, എല്ലാവരും കാണിക്കണം. എല്ലാവരും ഇങ്ങനെ വന്നേ. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ലക്ഷദ്വീപിൽ കേട്ടോ. അപ്പോൾ ജെറിങ് കാണിച്ചു തരും. ഓക്കെ, ആ എല്ലാവരും അന്നക്കൊച്ചി കറക്റ്റ് ആയിട്ട് ചെയ്തു കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്തോ? സൈഡിൽ നിന്നല്ല. ഇല്ലില്ല, കുഴപ്പമില്ല. മതി. ഇനി സത്യം പറയാം, ഇങ്ങനെ സംഭവം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇവരായിട്ട് ഇനി ഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ കാണുന്നതാണ് അറൈവൽസ് കേട്ടോ. ഹുസൈനൊക്കെ ഉണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനായിട്ട്. അപ്പം എഗെയിൻ നമ്മൾ പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അകത്തിൽ വരണമെങ്കിൽ bookmytripHolidays.com അല്ലേ? അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഹുസൈനൊക്കെ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണേ? നമ്മളിനി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ റിസോർട്ടിലേക്ക്. 13 ലഗേജ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ടൈം അകത്തി വിസിറ്റ് ആണ് കേട്ടോ. ഹുസൈനൊക്കെ നമ്മുടെ വണ്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെരീഫ് ഉണ്ടോ? നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. നമ്മൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി പോവാണ്. ഇവിടെ ആൾക്കാരാണെങ്കിൽ കടൽ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ. അന്നക്കൊച്ചയ്ക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് കണ്ടോ, എല്ലാവരും കടലിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ചേട്ടന്മാർ ലഗേജ് ഒക്കെ കറക്റ്റായിട്ട് വണ്ടിയിലോട്ട് ബൈക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിലും ആ വണ്ടിയിലോട്ടാണ് നമ്മൾ പോകണേ കേട്ടോ. നമ്മുടെ ചേട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടല്ലോ നമ്മളിവിടെ നേരെ റിസോർട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഈ വണ്ടിയിലുള്ളത് ഞാനുണ്ട്, അഞ്ചു ഉണ്ട്, അതുപോലെ ജിനോ ചാച്ചൻ, മാത്യു, അർജുൻ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഇരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ നല്ല വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് 5 നമ്മൾ പയ്യെ സൈഡിൽ പുറകിലിരുത്തേക്കാണ് കേട്ടോ. ഈ ഒരു എയർപോർട്ടിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയിലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണേ. ചേട്ടന്റെ പേര് എങ്ങനെയാ?
അപ്പോൾ ഇവിടുന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇതുണ്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ രണ്ട് സൈഡിലേക്ക് നോക്കി രണ്ട് സൈഡിലും ബീച്ച് ആയിരിക്കും. ഈ വഴിയൊക്കെ നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ മെയിൻ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോയി റിസോർട്ടിൽ ഇറക്കി വിടുക, അതിനുശേഷം ഇവരെ ബീച്ചിലേക്ക് ഇറക്കി ഇവിടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. നല്ല ഭംഗിയുള്ള കാലാവസ്ഥയാണ്, അതുപോലെ തന്നെ നല്ല അന്തരീക്ഷമാണ് കേട്ടോ. 2 ദിവസം മുമ്പൊക്കെ ഇവിടെ ഫുള്ള് മഴയാണെന്ന് പറയും. ഇപ്പോൾ എന്തായാലും മഴയില്ല, നല്ല വെയിലാണ്. ഇവിടുന്ന് വളരെ അടുത്താണ് നമ്മുടെ റിസോർട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പുറകിലത്തെ ആ വണ്ടിയിൽ വരുന്നുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലും 2 ബീച്ചിലേക്ക് പോകാനായിട്ട് പറ്റും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബീച്ചാണ്, അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു ബീച്ചാണ്. ഓ മൈ ഗോഡ്, അടിപൊളി. നമ്മൾ ലാസ്റ്റ് ടൈം വരാത്ത രീതിയിലുള്ള, അയ്യോ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. കുറേ കുഞ്ഞു പിള്ളേരുണ്ട് കേട്ടോ. എല്ലാവരും വളരെ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഹുസൈനൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ഇറങ്ങാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇറങ്ങുന്നില്ല, ഞാനും അഞ്ജു ഇറങ്ങുന്നില്ല. അഞ്ജു നീ എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ഇല്ല, അഞ്ജുവിന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇക്ക പറഞ്ഞ് നമ്മൾ ഇറങ്ങത്തുള്ളൂ. ഇറങ്ങാം, ഓക്കെ. നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ വെൽക്കം ഒക്കെ തരുന്നുണ്ട്. അഗത്തി സ്റ്റൈൽ അല്ലെങ്കിൽ ലക്ഷദ്വീപ് സ്റ്റൈൽ വെൽക്കം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓ, അപ്പം നമുക്ക് ഇവരുടെ കൂടെ നടന്നു പോകാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അടിപൊളിയാണ് കേട്ടോ പിള്ളേർ. ഞാൻ പിള്ളേരൊന്ന് കാണിച്ചു തരാം കേട്ടോ. കാര്യം വെച്ചാൽ ഇവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ ഏറ്റവും ചെറുത് മോളാണോ? ഏറ്റവും ബേബിയാണോ ഇതിനകത്ത്? ആഹാ, ഓക്കെ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്തൊരു വെൽക്കമാണ് ചേട്ടന്മാർ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത ചേട്ടന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. ഹുസൈനിക്ക, അതുപോലെ ഷാഫിക്ക, നിങ്ങൾ ഒരിക്കലും നമ്മുടെ അടുത്ത് ഇത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു കാര്യം. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനും ഈ സംഭവം എൻ്റെ ഹണിമൂൺ ട്രിപ്പ് എന്നുള്ളവരും വിട്ടുപോയി. പക്ഷേ ഓർക്കുന്ന ആൾക്കാരാണ് ഇവര് കേട്ടോ. താങ്ക് യു സോ മച്ച് കേട്ടോ. ആണോ? ഇവിടുന്ന് അലിക്ക് ഇപ്പൊ ആക്ച്വലി ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞില്ല. ആണ്ട്, അയ്യോ അത് ഞാൻ കണ്ടില്ല. അവിടെ ഒരു ഡെക്കോർ ഇട്ടിട്ടുണ്ട്. ആണോ? നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടിരിക്കേണ്ട വേറൊരാളുണ്ട് ഇവിടെ. ആരെന്നറിയോ? കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷിങ്ങിന് കൊണ്ടുപോകുമ്പോഴേക്ക് നമ്മുടെ ഗുരുവാണ് അമീൻ. കറക്റ്റ് വീഡിയോ കണ്ട് പരിചയമാണ്. ഫിഷിങ്ങിന് വേണ്ട ടിപ്സ് ഒക്കെ അറിയേണ്ട ആൾക്കാർ ഇതേ നേരത്തെ ആളെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് വെച്ചോ കേട്ടോ. അപ്പോൾ ഇവരുടെ വെൽക്കം കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഉണ്ടല്ലോ ലക്ഷദ്വീപിലെ അല്ലെങ്കിൽ അഗത്തി ഐലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം മീര അല്ലേ? അതായത് നമ്മുടെ നാട്ടിലെ മധുരക്കള്ള് പോലത്തെ അല്ല, കള്ളെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇത് ഭയങ്കര മധുരമാണ് ഇവിടെ. ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം വെച്ചാൽ ഭയങ്കര മധുര. ഞാൻ കുടിക്കുന്നതിന് മുമ്പ് 5 കുടിക്കണം, 5 അല്ലെങ്കിൽ ഒരുമിച്ച് കുടിക്കാം. കുടിച്ചു നോക്കിയാ നല്ല മധുരമല്ലേ? ആൾക്കാരൊക്കെ 2ാമതും ചോദിച്ചൊക്കെ മേടിക്കുന്നുണ്ട്. ജെറും 3ാമത്തെയാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഡെക്കോർ ചേട്ടന്മാർ അവിടെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇരിക്കണം. അപ്പോൾ 2 സൈഡിലാണോ? 2 സൈഡിൽ. ചേട്ടന്മാരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡെക്കോർ ഇട്ട് തന്നിട്ട് ഒട്ടും വെയിലൊന്നും ഇല്ല ഇവിടെ. നല്ല അന്തരീക്ഷമാണ്, കടലിൻ്റെ സൈഡിലാണ്, നല്ല കാറ്റാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇളനീര് കുടിക്കാം. ഞങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് വർത്താനൊക്കെ പറയാം. ബാക്കി എല്ലാവരും ഔട്ട്. ഒരു മിനിറ്റ്, നമുക്ക് അഞ്ജുവിനോട് ചോദിക്കാം. അഞ്ജു, റിസോർട്ടിന്റെ സൈഡിൽ ചേട്ടന്മാർ ഇവിടെ കുറെ സ്വിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വൈകിട്ട് ബാർബിക്യൂ ചെയ്യാനായിട്ട് ഇവിടെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇവിടെ കുറേ ടേബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതുപോലെ കുറേ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ ഇവിടെ കാണാനായിട്ട് ഭയങ്കര രസമായിരിക്കും. നമ്മുടെ ചാനൽ പുറകെ വരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ നമ്മുടെ റൂമിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. എൻ്റെയും അഞ്ജുവിൻ്റെയും സ്പെഷ്യൽ ആയിട്ടുള്ള റൂമാണ്. അടിപൊളി. അപ്പോൾ ഞാൻ ഈ റൂം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്കുള്ളൊരു ബെഡ് ചേട്ടന്മാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ നേരെ ഫ്രണ്ടിൽ കടലാണ്. നമുക്ക് രാവിലെ എണീറ്റ് ഇവിടെ ഇരിക്കാം. അതുപോലെ തന്നെ അവിടുന്ന് നല്ല കാറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഫ്രഷ് ആയിട്ടുണ്ടല്ലോ, അടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. മീൻകറി, സാമ്പാർ, അതുപോലെ കടല, ചമ്മന്തി. ഇതെന്താ? എനിക്ക് വയ്യ, ഈ തല മാറ്റിച്ചാണ്, എനിക്ക് വേണം കേട്ടോ തല. ഇനി നമ്മൾ കഴിച്ചു നോക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മൾ ഇതിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വെള്ളം പിടിക്കാത്ത ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ. ഫുഡ് കഴിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഇനി ക്യാമറ എല്ലാവർക്കും കൈമാറുവാണ്. ശരിക്കും കേരള സ്റ്റൈൽ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻവറുത്തതും മീൻകറിയും സൂപ്പർ ആയിട്ടുണ്ട്. ഇത്ര നല്ല സ്ഥലം കണ്ടിട്ടുണ്ട്. സ്ഥലം ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗി. വെൽക്കം ഡാൻസ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസ്, അതാണ് ഏറ്റവും മെയിൻ. നമ്മൾ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നിങ്ങളെ ഒരു വെൽക്കം ചെയ്ത അവരുടെ ഒരു സന്തോഷവും, പാവം ആൾക്കാരല്ലേ, ആ മൊത്തത്തിലുള്ള ഒരു നമ്മുടെ ഒരു ഫാമിലി പോലെ. നമ്മുടെ നാട്ടിലും വെളിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ വരും, ഇതുപോലെ എല്ലാവരും ഇടപെടണം കേട്ടോ. വെയിറ്റിംഗ് അടുത്ത 3 ദിവസത്തെ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടല്ലോ അല്ലേ? നല്ല അടിപൊളി ഒരു ബീച്ചിന്റെ സൈഡിലാണ്. അന്നക്കൊച്ചേ നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോണേ? അതെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കടലിന്റെ മേലിൽ എന്തൊക്കെയാണെന്ന് നല്ല വൃത്തിയായിട്ട് കാണാം. പക്ഷേ ലക്ഷദ്വീപിൽ ഈ ഒരു ബീച്ചിന്റെ അടിയിൽ അല്ലെങ്കിൽ കടലിന്റെ അടിയിൽ എന്തൊക്കെയാ ഉള്ളത് കാണാൻ പോയാലോ? എല്ലാവർക്കും പോവാം.
അതിന് മുമ്പ് ഒരു ചെറിയ ഡൗട്ട്, ഇതിനകത്ത് ആരൊക്കെ സ്കൂബ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെ പേടിയുണ്ട് ചോദിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചെയ്തിട്ടില്ല, പക്ഷെ ഒരു പേടിയില്ല. അതുകൊണ്ട് പേടിയില്ല. അതെ, ഞാൻ ചെയ്തിട്ടുണ്ട്. പേടിയില്ല. അഞ്ജു തോമസ് പേടിയുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, പേടിയില്ല. നല്ലതായിട്ട് നീന്താൻ അറിയാലോ, ഒരു കുഴപ്പമില്ല. ചെയ്തിട്ടില്ല, നീന്താൻ അറിയില്ല. പേടിയുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ പേടിയില്ല. പേടിയുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് പോവാം. ഇനിയിപ്പോ നമ്മൾ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. ദേ ഇതാണ് കേട്ടോ അവരുടെ ഓഫീസ്. ഇവിടെയാണെങ്കിൽ ചേട്ടന്മാർ പഴയ വർക്കിംഗ് അല്ലാത്ത 2-3 ബോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് കുറച്ച് ഡൗട്ട്സ് ഇല്ലായിരുന്നോ? ഡൗട്ട്സ് എല്ലാം ഇപ്പൊ ചേട്ടന്മാർ ക്ലിയർ ചെയ്ത് തരും. Scuba is a short form, self-contained underwater breathing apparatus. That means we stay longer in underwater. We are like a fish. We stay long underwater. അപ്പോൾ നമുക്ക് ഇതിന് മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്വിമ്മിംഗ് ഒന്നും ഓക്കെ, സ്വിമ്മിംഗ് ഇസ് നോട്ട് നെസസറി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൈവിംഗിന് ഇൻസ്ട്രക്ഷൻസ് ചേട്ടന്മാർ പറഞ്ഞു തന്നു. നമ്മളൊരു ഫോം ഫിൽ ചെയ്ത് സൈൻ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വെറ്റ് സ്യൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. വോം. ഓ, നമുക്ക് തണുക്കത്തില്ല. പിന്നെ നല്ല പ്രൊട്ടക്ഷൻ ആണല്ലേ, നല്ല മെറ്റീരിയൽ ആണ്. അങ്ങനെ എല്ലാവരും റെഡിയായി, നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫുൾ ടീം സെറ്റ് ആയി കേട്ടോ. ചേട്ടന്മാരുണ്ടല്ലോ നമ്മുടെ ബ്രീത്തിങ് അപ്പാരറ്റസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ബോട്ടിലേക്ക് ലോഡ് ചെയ്യുവാണ്. 5 സെക്കൻഡ് ഞാനും വരുന്നത്. അവിടെ ലാഡർ ഉണ്ട് കേട്ടോ. ചേട്ടന്മാരാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഏണി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ചവിട്ടിയിട്ട് കയറാനായിട്ട് പറ്റും കേട്ടോ. ഒന്നും പേടിക്കേണ്ട, ചാടി കയറിക്കോ. അവൾക്ക് പിന്നെ നല്ല അടിപൊളിയായിട്ട് നീന്താൻ അറിയാം. അതുകൊണ്ട് നമുക്ക് അവൾക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. മാത്യം കയറുവാണ് കേട്ടോ. നമ്മളെല്ലാരും 2 സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ചേട്ടന്മാർ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ഇവിടുന്ന് സ്ക്യൂബ് ചെയ്യുന്ന സ്ഥലം ഏകദേശം അവിടെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും റെഡിയാണോ വെള്ളത്തിൽ ചാടാൻ? എല്ലാവരും വെള്ളത്തിൽ. നമ്മളിങ്ങനെ കടലിൽ കൂടെ പൊക്കോണ്ടിരിക്കുവാണ്. ഇവിടുത്തെ കടലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളെ നോക്കുവാണെങ്കിൽ ഞാനെങ്കിൽ പിടിച്ചിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഇവിടെ അധികം തിരയില്ല, വലിയ കാറ്റൊക്കെ കുറവാണ്, കടൽ ഭയങ്കര ശാന്തമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ കാമാൻകമായിട്ട് പോയിട്ട് വരാം. ആരും സീസിക് ആവുമൊന്നുമില്ല കേട്ടോ. നമ്മളുള്ള സ്ക്യൂബ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചേട്ടന്മാർ ഇവിടെ ബോട്ട് ആങ്കർ ചെയ്തിട്ടുണ്ട്. ഇനി ബോട്ട് ഇവിടെ സ്റ്റില്ലായിരിക്കും. Respond for the signals. I'm okay. I'm not okay. I want to come up. Yes, we are going down. So നമ്മൾ ഇത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. 3, 2, 1, off. Second step will go into water. അപ്പൊ ചേട്ടന്മാർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ടൈറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഫുള്ള് കിറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വെള്ളത്തിലേക്ക് ചാടും, അതായത് ഞാൻ വെള്ളത്തിലേക്ക് എൻ്റർ ചെയ്യും. അതിനുശേഷമാണ് അഞ്ജു മാത്രം കൂടെ കിറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത് കേട്ടോ. 3, 2, 1, off. Go. അപ്പൊ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. 3, 2, 1, off. നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്ക്യൂബ ഡൈവിങ് ചെയ്തിരിക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരയിൽ കാണുന്നതല്ല, ഈ ലോകത്തിൻ്റെ തന്നെ ഏകദേശം 70% കടലാണ്. അതായത് 30% മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന ലാൻഡുകളുള്ളൂ. അതിനകത്ത് ഏകദേശം 94% ലിവിങ് സ്പീഷീസും കടലിനടിയിലാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നോക്കുവാണെങ്കിൽ പോലും നമ്മൾ വളരെ അധികം മീനുകളെയും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മീനുകളെയൊക്കെ കാണുന്നുണ്ടല്ലേ. എന്നാൽ ഇതിനകത്തൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ കണ്ടുപിടിച്ചത് കടലിനടിയിലുള്ള ഏകദേശം 5% ലൈഫിനെ മാത്രമാണ്. അതായത് ബാക്കി 95% ഇനി കണ്ടുപിടിക്കാൻ കിടക്കുന്നതാണ്. നമുക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരങ്ങളാണെന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ശ്വസിക്കുന്ന 70 to 80% ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓഷനിൽ നിന്നാണ്. ഞാൻ ഇതിനെക്കുറിച്ച് അധികം എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല. കാര്യം അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. 5 ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നും കൂടെ ചെയ്യാൻ തോന്നുന്നുണ്ട്. ആക്ച്വലി പാഡിയുടെ കോഴ്സ് ചെയ്താൽ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുവാണ്. ഡൈവ് മാസ്റ്റർ കോഴ്സ് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് കേട്ടോ. അടിപൊളിയായിരിക്കും. അപ്പൊ ചേട്ടന്മാര് പറഞ്ഞ കറക്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി ഷാർക്ക്, സ്റ്റിംഗർ ഒക്കെ അല്ലേ. ഫസ്റ്റ് ഇത് ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാവരും നല്ല വെൽ പ്രൊഫഷണൽ ആയിട്ടാണ് എല്ലാവരും വെള്ളത്തിലുണ്ടായിരുന്നത്. വെൽ പെർഫോംഡ് വെൽ.
ഓക്കെ. അപ്പൊ താങ്ക് യു. ആദ്യം പേടിയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ, ഫസ്റ്റ് ടൈം ആണ്. പിന്നെ പേടിയാൻ പോയിട്ട് നല്ല ധൈര്യമായി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒട്ടും വയ്യായിരുന്നു. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം എക്സ്പ്ലനേഷൻ സൂപ്പർ ആയിരുന്നു. ഞാൻ എന്താ പറയുക, ഈ പ്രാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റി. ചാടി തുടങ്ങിയപ്പോൾ നല്ല ടെൻഷനായിരുന്നു, അവർ പറഞ്ഞു, നമ്മൾ ഫോളോ ചെയ്തു, സൂപ്പറായി. പക്ഷെ ഇവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കരയിനേക്കാളും കൂടുതൽ അത്ഭുതം വെള്ളത്തിനടിയിലാന്ന് മനസ്സിലായി. പിന്നെ മറ്റൊന്നും കാണാൻ പറ്റില്ല സാറേ. വെള്ളത്തിനടി വേറെ ലോകമാണ്. എനിക്ക് ആദ്യം ചാടാൻ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ചാടി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്ക് ഒന്നും കൂടെ പോകണമെന്ന് തോന്നിയായിരുന്നു. ഞാൻ ഓൾറെഡി 8 വയസ്സ് ആവാൻ പോവല്ല, ഇനി 10 വയസ്സാകുമ്പോഴത്തേനും 10 വയസ്സ് കഴിയുമ്പോ അപ്പൊ ധൈര്യം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതാണ് പറയുന്നത്. 6:15 കഴിഞ്ഞു. ഇത് കണ്ടോ, സൂര്യൻ അസ്തമിച്ച് വരുന്നു. ഇനി ഇപ്പൊ നമ്മുടെ ചാനൽ അടുത്ത് വരാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, നിങ്ങൾ ആ ഒരു ബോട്ട് കിടക്കുന്നുണ്ടോ, അതുപോലത്തെ ഒരു ബോട്ടിൽ നമ്മൾ ഡീപ് സീ ഫിഷിംഗ് പോകും. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇസ്മി സെവിൻ സിറിയക്, ബാക്കി എല്ലാവരും ഉണ്ട്, കൂട്ടത്തിൽ നമ്മുടെ ചേട്ടന്മാരും. ആ ഇത് ഇങ്ങനെ നോക്കുമ്പോഴേക്കുണ്ടല്ലോ, ആരും സ്ക്രീനിൽ നോക്കാതിരുന്നാ മതി. ഇവിടെ നോക്കി ലെൻസ് നോക്കിയാൽ മതി. ഇതെന്താ കയ്യിലിരിക്കുന്നത്? ആരൊക്കെ ആണാടെ ആടെ ലക്ഷദ്വീപ് കൊണ്ടുപോകണമെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടുവരാൻ ഒരാൾ പറഞ്ഞായിരുന്നു. നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ട്, പേരെന്തായിരുന്നു? അജയ്. താങ്ക്സ് ചേട്ടാ. താങ്ക്സ് ചേട്ടാ. ഓക്കെ. ഞാനിപ്പോ സ്ക്യൂബ ഡൈവിംഗ് എക്സ്പെർട്ട് ആവും. ഒന്ന് പറയട്ടെ, ബ്ലൂപ്പേഴ്സ് ഇടാനായിരിക്കും.